ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കൊറിയർ പാക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുത്തു തരുന്നത് എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ നമ്മുടെ ഈ കൊറിയർ ഏകദേശം ഒരു മോർണിംഗോടുകൂടി വന്നതായിരുന്നു. നമുക്ക് പക്ഷേ ഈവനിങ്ങേ ഒന്ന് അൺബോക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയുള്ളൂ. അപ്പോൾ ഇതിൽ എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതൊരു സർപ്രൈസ്. അപ്പോൾ ആമസോണിലായിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാനത് ആക്ച്വലി ഓർഡർ ചെയ്തിട്ടൊരു 3-4 ദിവസത്തിന് ശേഷമാണ് നമ്മുടെ കൊറിയർ എത്തിയിട്ടുണ്ടായിരുന്നത്. ബാക്കി പല ആപ്സിലും നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ്. പക്ഷെ നമുക്ക് ഒന്നും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ആമസോണിൽ നിന്നായിരുന്നു. അങ്ങനെ നമ്മൾ വാങ്ങിക്കുമായിരുന്നു. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റേറ്റും കാര്യങ്ങളും അറിയണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ദീർഘനേരമായിട്ടുള്ള ഒരു മൽപ്പിടുത്തത്തിന് ശേഷം നമ്മൾ നമ്മുടെ കൊറിയർ ബോക്സ് അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ, നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്താണ് ഇത് എന്നുള്ളത്. അതെ, മോൾക്കുള്ള ഒരു ഫീഡിങ് ചെയറാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതൊക്കെ ഏതാ പാർട്ട് എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഞാൻ ക്വാളിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അത്യാവശ്യം ഉറപ്പുണ്ടോ എന്നൊക്കെ. അപ്പോൾ അവർ ഇതിൻ്റെ കൂടെ നമുക്കൊരു മാനുവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 1 പേജുള്ള ഒരു മാനുവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് പാർട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നോക്കിയേ, ഇതൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഫുഡ് ട്രേ ആണ് വരുന്നത്. റെഡ് ഭാഗം ഫുഡ് ട്രേ ആണ്. പിന്നെ മറ്റേ ആഷ് കളർ വരുന്നത് ഈ ഫുഡ് ട്രേ ഉറപ്പിക്കുന്ന സ്റ്റാൻഡാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല. ട്രേ സ്റ്റാൻഡിൻ്റെ ബാക്ക് ഭാഗത്തിൽ ഏകദേശം ഒരു ബ്ലാക്ക് കളറിൽ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രേ, നമ്മുടെ ഈ ചെയർ ഉണ്ടല്ലോ, ഈ ചെയർ പോർഷൻ, അതായത് സീറ്റ്, ഈ സീറ്റ് പോർഷനിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടാണ് ആ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് മൈ ജിറാഫ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ സീറ്റിൽ 2 ബെൽറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഫിക്സ് ചെയ്ത് വയ്ക്കാനുള്ള ബെൽറ്റാണ്. മുകൾ ഭാഗത്തൊക്കെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഒക്കെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല. എനിക്ക് അത്യാവശ്യം കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. അതേപോലെ തന്നെ വെർത്താണ്. വെർത്ത് മീൻസ് റേറ്റ് ഉണ്ട്, പക്ഷേ എന്നാൽ പോലും നമ്മൾ നല്ല റേറ്റിൽ നമുക്ക് നല്ല അല്ലാത്ത പ്രൊഡക്ട്സ് കിട്ടിയിട്ട് നമുക്ക് ഒരുപാട് പരിചയമുണ്ടല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയാം. ഇനി ഇത് 4 നമ്മുടെ ലെഗ് പീസാണ് കേട്ടോ. ലെഗ് പീസ് വരുന്നുണ്ട്. ലെഗ് പീസിൽ തന്നെ ഒരു ലെഗിന് തന്നെ 2 പീസായിട്ടാണ് വരുന്നത്, മുകളിലും താഴെയായിട്ട്. അപ്പോൾ ഈ കാണുന്നത് 4 എണ്ണം നമ്മുടെ ബേസിൽ വരുന്നതാണ്. നിലത്തുറപ്പിക്കാനുള്ള ആ ഒരു പാർട്ടാണ്. അതിന് മുന്നേ ഞാനെടുത്ത ആ 4 പീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു സൈഡ് ഒരു ലെഗ് പോലെ കൊടുത്തിട്ടുണ്ട്, ലെഗ് ബേസ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു PVC പൈപ്പ് പോലത്തെ സംഭവം, സ്റ്റീലിൻ്റെ ആണെന്ന് മാത്രം. പിന്നെ നമ്മൾ നേരത്തെ നോക്കിയിരുന്ന പീസില്ലേ, ആ 4 പീസ് എന്ന് പറയുന്നത് അതിതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അപ്പർ ലെഗ് ആയിട്ട് വരുന്നത്. അതും ഞാൻ അൺബോക്സ് ചെയ്തപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നി. അതും നേരത്തെ പോലെ തന്നെ 1 സൈഡ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പൈപ്പാണ്. പിന്നെ മറുഭാഗം നമുക്കൊരു ഗ്രിപ്പോട് കൂടിയിട്ടുള്ളൊരു റബ്ബർ ലൈക്ക് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കവറൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ നമുക്ക് ഒരു പെയർ ഓഫ് നട്ട് ആൻഡ് ബോൾട്ട് കിട്ടിയിട്ടോ. അത് നമ്മുടെ ഈ ഫുഡ് പെഡലില്ലേ, അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കാല് വയ്ക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് എടുത്ത പാർട്ട്, അത് നമ്മുടെ ഈ ചെയറിൻ്റെ ലെഗുമായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നട്ടും ബോൾട്ടും ആയിരുന്നു. അങ്ങനെ നമ്മൾ എടുത്തു. ആദ്യം തന്നെ സീറ്റ് കമഴ്ത്തി വെച്ചിട്ട് അതിലേക്ക് ഈ ലെഗ് പീസാണ് ഉറപ്പിച്ചത്. അപ്പർ ലെഗിൻ്റെ പീസ് ഉറപ്പിച്ചു. ഓരോ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഉറപ്പിച്ച് വന്നു. അപ്പോൾ എനിക്ക് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ലെഗ് പീസ് ഫിക്സ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ടൈറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറക്കി വെക്കണം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കാലിൻ്റെ ലെങ്ത്തിൽ, അതായത് 4 ഒരേ ലെങ്ത്തിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഉള്ളിലേക്ക് ഉറപ്പിച്ച് വെക്കേണ്ടത്. പല ലെങ്ത് ആകുമ്പോൾ കാലിൻ്റെ ബാലൻസ് നഷ്ടപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം അത് കറക്റ്റായിട്ട് നിൽക്കില്ല. ഒരു സൈഡ് പൊങ്ങിയും ഒരു സൈഡ് താഴ്ന്നു ഒക്കെ നിൽക്കും. കാരണം അങ്ങനെ ഒരു അനുഭവം നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എല്ലാം കൂടെ ചെയ്ത് വന്നിട്ട് വീണ്ടും ഇത് ഫിക്സ് ചെയ്യുമ്പോഴേക്കും ഇരട്ടിപ്പണി ആവേണ്ട വിചാരിച്ചിട്ടാണ്. പിന്നെ അതിനുശേഷം ഇതേന്ന് കണ്ടില്ലേ, ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്, കുറച്ച് നേരം ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തപ്പോൾ ആ പോർഷനൊക്കെ കട്ട് ചെയ്തെന്ന് മാത്രം. അങ്ങനെ കുറേ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കറക്റ്റ് ലെഗിൻ്റെ ആ ഒരു ലെങ്ത്ത് ഈക്വലായിട്ട് കിട്ടിയത്. അപ്പോൾ അക്ഷി ബേബിക്ക് നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തന്നെ വാങ്ങിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അതങ്ങ് വിട്ടുപോയി. വേറെ ഓരോ തിരക്കുകളും കാര്യങ്ങളും വന്നപ്പോൾ അതങ്ങ് വിട്ടുപോയി. മോൾ ഇരിക്കാൻ തുടങ്ങിയ ടൈം മുതൽ തന്നെ ഈ ഒരു ചെയർ വാങ്ങിക്കുക എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കൊടുക്കുന്ന ടൈമിലൊക്കെ ഏറ്റവും നല്ലതായിരിക്കും എന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് വാങ്ങണോ ബേബി വാക്കർ വാങ്ങിക്കണോ എന്നുള്ള കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഒന്ന് ലാഗായിപ്പോയത്.
പിന്നെ ബേബി വാക്കർ പൊതുവേ കുട്ടികളുടെ ഈ ഒരു നമ്മുടെ ഈ നാച്ചുറൽ എബിലിറ്റി ഓഫ് വാക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ലോസ്റ്റ് ആവും എന്നുള്ള ഒരു ഇത് കണ്ടു. അതിനുശേഷമാണ് നമ്മൾ ബേബി വാക്കർ വല്ലാതെ ഒന്ന് എൻകറേജ് ചെയ്യാതെ ഈ ഫീഡിങ് ചെയറിലേക്ക് മാറിയത്. ഇതാകുമ്പോൾ മോൾക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമിൽ മാത്രം ഇരുത്തിയാൽ മതിയല്ലോ. പിന്നെ കുറച്ച് നേരമൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കണമെങ്കിലും ഒന്ന് ഇരുത്താം എന്ന് മാത്രം. പിന്നെ അതിനുശേഷം നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ബേബിയുടെ കാല് വയ്ക്കുന്ന ആ പോർഷൻ, ആ ഒരു പെഡസ്ട്രൽ സ്റ്റാൻഡ് പോലെയുള്ള ആ ഒരു പോർഷൻ ഫിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അക്ഷി ബേബി ചെറിയ രീതിയിലൊന്ന് സൗണ്ട് ഉണ്ടാക്കലും ബഹളം വയ്ക്കലൊക്കെ ആയപ്പോൾ ഞാനൊന്ന് മാറിയിട്ട് ആളെ എടുത്ത് 2 മിനിറ്റ് നടക്കുകയാണ്. ആ ഒരു ടൈമിൽ അനിയത്തിയാണ് കേട്ടോ അത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രൂ വെച്ചിട്ട് നട്ടും ബോൾട്ടും നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഒരു പെയർ ഓഫ് നട്ടും ബോൾട്ടും ഉണ്ടായിരുന്നു, 2 എണ്ണം വീതം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് അവിടെ ഫിക്സ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അത് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, തിരിച്ച്, അതായത് ഇപ്പോൾ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം ബാക്കിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ അധികം നേരം അതിന് വേണ്ടിയിട്ടും ടൈം കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാൻ ഉദ്ദേശിച്ച ഭാഗം എന്ന് പറയുന്നത് ആ റെഡ് പോർഷനാണ് കേട്ടോ, നമ്മൾ കാല് വെക്കില്ലേ ആ ഒരു പോർഷൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ഈ ഫുഡ് ട്രേ വയ്ക്കാനുള്ള ആ ഒരു സ്റ്റാൻഡ് നമ്മൾ ഫിക്സ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു ബ്ലാക്ക് പോർഷൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ആ സീറ്റിൻ്റെ ആ ഹാൻഡ് പോർഷനിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇതൊക്കെ ഒന്ന് കറക്റ്റ് അല്ലേ, ഫിറ്റ് അല്ലേ ഒക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയാണ് കേട്ടോ ഈ നട്ടിൻ്റെ ബോൾട്ടിൻ്റെ ആ ഒരു പോർഷൻ വരുന്നത്. ഇത് നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം ആ റെഡ് പോർഷൻ വരുന്ന അതില്ലേ കാല് വയ്ക്കുന്നത്, അത് ഫ്രണ്ടും ബാക്കും തിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നട്ട് കറക്റ്റായിട്ട് അതിൽ നിൽക്കാത്ത പോലെ തോന്നും. അതായത് നട്ടും ബോൾട്ടും ലെങ്ത്ത് തികയാത്തതുപോലെയൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അതിനുശേഷം ഫുഡ് ട്രേയുടെ സ്റ്റാൻഡ് നല്ല രീതിയിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ബ്ലാക്ക് പോർഷൻ വന്നിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക, അത്ര മാത്രമേ വരുന്നുള്ളൂ. പിന്നെ 4 കാലും നല്ല ഈക്വലായിട്ട് ബാലൻസ്ഡ് ആയിട്ട് നിന്നു. നേരത്തെ ഞാൻ ചെയ്തപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു, ഓപ്പോസിറ്റ് ലെഗ്സ് ഇങ്ങനെ ബാലൻസ് ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് അത് മാറിയിട്ട് നമുക്ക് നല്ല രീതിയിൽ ഫിക്സ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുത്തു. അപ്പോൾ കുറച്ച് നേരം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. സംഗതി മാനുവലൊക്കെ കയ്യിലുണ്ടെങ്കിൽ പോലും നമുക്ക് ചെയ്തു വരുമ്പോൾ ചില കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, അക്ഷി ബേബിനെ ഇരുത്തി നോക്കി നമ്മൾ. അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, എന്താണ് ആദ്യമായിട്ടല്ലേ. പക്ഷേ അതിലുപരി അക്ഷി ബേബിക്ക് ഇപ്പോൾ നല്ല ഇഷ്ടമാണ് നടക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചെറിയൊരു ഇഷ്ടക്കേട് ഉണ്ട് കേട്ടോ മോൾക്ക്. ഇപ്പോൾ ഇരുത്തിയതിൻ്റെ ആ ഒരു ചെറിയൊരു അനിഷ്ടമുണ്ട്. അപ്പോൾ അമ്മ ഫീഡ് ചെയ്യാണ് കേട്ടോ. അമ്മ ഫീഡ് ചെയ്യുമ്പോഴൊക്കെ ചെയറിൽ ഇരുത്തി നോക്കിയപ്പോഴും ആൾക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അനിയത്തി ഓരോന്നൊക്കെ പറഞ്ഞിട്ട് കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വലിയ കുഴപ്പമില്ലാതെ ആൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയപ്പോഴാട്ടോ ആൾക്ക് വലിയൊരു ഇഷ്ടമില്ലായ്മ ഉള്ളത്. ഇപ്പോൾ 2-3 ദിവസമായി നമ്മുടെ ചെയറൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വലിയ കുഴപ്പമില്ലാതെ ആളിരിക്കുന്നുണ്ട്, കംഫർട്ടാണ്. വലിയ അവൾക്ക് അവളുടേതായുള്ള ഒരു ലോകമാണ്. പിന്നെ അതിലിരുത്തിയിട്ടുണ്ടെങ്കിലും ആൾക്ക് ആരുടെയെങ്കിലുമൊക്കെ ഒരു പ്രസൻസ് വേണം എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഫുൾ ടൈം എടുത്ത് നടക്കണം എന്ന് അങ്ങനെയുള്ള ഒരു വാശികളും അക്ഷി ബേബിക്കില്ല. സോ ഫ്രം മൈ പോയിൻ്റ് ഓഫ് വ്യൂ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം വലിയ കുഴപ്പമില്ല, നല്ലതാണ്. മോൾക്ക് ഇരിക്കാനായാലും നമ്മുടെ മക്കൾക്കൊക്കെ ഒരു കംഫർട്ടായിട്ടുള്ള ഒരു സിറ്റിംഗ് പ്ലേസ് തന്നെയാണ്. നമ്മൾക്കും കുറച്ചും കൂടി കംഫർട്ടായിട്ട് കുട്ടികളായിട്ട് ഒന്ന് ഇടപഴകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതേപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.